Hi dears and welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഫ്രിൽഡ് കുർത്തിയാണ്. അപ്പം സ്ലിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചിപ്പോൾ നല്ല ട്രെൻഡായി നിൽക്കുന്ന ഒരു കുർത്തിയാട്ടോ. കുറച്ച് ഡേസി സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 2.5 മീറ്റർ ക്ലോത്താണ്, കോട്ടൺ, നല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന കുർത്തിയുടെ കൂടെ ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ക്ലോത്ത് 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. 2.5 മീറ്റർ ക്ലോത്താണ് ടോട്ടൽ നമ്മൾ എടുത്തത്. ഇത് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നീട്ടിന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിനായിട്ട് സെൻറ്ററിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് ആംഹോളിൻ്റെ ലെങ്ത്തായിട്ട് താഴോട്ടും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിനായിട്ട് സെൻറ്ററിൽ നിന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം, 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആംഹോൾ ഇങ്ങനെ ഒന്ന് കേർവായിട്ടൊന്ന് വരച്ചിട്ടെടുക്കുവാണ്. ഇനി ഞാൻ താഴോട്ട് 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്ലിറ്റിന് വേണ്ടിയിട്ട് ലെങ്ത്താണ്. സ്ലിറ്റ് നമുക്ക് എവിടെ ഉണ്ട് വെച്ചാൽ ആ ഒരു ലെങ്ത്താണ് 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് 10 ആട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് 10 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇനി താഴോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതേ സ്ലിറ്റ് വരെ 18 ഇഞ്ച് എടുത്തു, 18 ഇഞ്ച് എടുത്തു. ഇനി താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 23 ഇഞ്ചാണ് താഴത്തോട്ട് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 18 + 23 എന്ന് പറയുമ്പോൾ 41 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ കുർത്തേൻ്റെ ലെങ്ത്തായിട്ട് കിട്ടുന്നത് 41 ഇഞ്ചാണ്. ഇനി താഴെ ഡൗൺ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മളൊരു 1 ഇഞ്ചോളം എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി വിടുന്നുണ്ട്. 1 ഇഞ്ചാട്ടോ അതിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത്. കണ്ടില്ലേ, 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. ഇനി ഈ പോയിൻറ്റ്സും എല്ലാ പോയിൻറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതേ സൈഡിലൊക്കെ ഒരു 1 ഇഞ്ച് വീതമാണ് തയ്യൽ തുമ്പ് വിടുന്നത്. 1 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വിടാം. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ മാത്രം ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സെൻറ്റർ, ഞാൻ നെക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഇതേ എഗെയിൻ നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, നേരെ നീട്ടി വരച്ചു കൊടുക്കുക. ഷോൾഡറിനായിട്ട് ഇതേ സെൻറ്ററിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ടും 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെസ്റ്റിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോളൊന്ന് നന്നായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആം ഹോളിനൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് ഇവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും, ബാക്കി താഴോട്ട് ഫ്രിൽസാണ് ചെയ്ത് കൊടുക്കുന്നത്. എഗെയിൻ വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്നൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട്. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവായിട്ട് നമ്മൾ ഹാം ഹോളിൻ്റെ അവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഏറ്റവും താഴെയിട്ടൊരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. പിന്നെ സൈഡിലായിട്ട് വേസ്റ്റിൻ്റെ, അത് ആം ഹോളിൻ്റെ സൈഡിലായിട്ടൊക്കെ നമ്മൾ വേസ്റ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ 1 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ ആ വശത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സെൻറ്ററിലൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴോട്ടുള്ള ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട് ക്ലോത്തിനെ. ഏറ്റവും അടിവശത്ത് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡബിൾ ഫോൾഡ് ഒക്കെ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 20 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് 20 ഇഞ്ചാണ്, 20 ഇഞ്ചസാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 27 ഇഞ്ചാണ് താഴത്തുനിന്ന് മുകളിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 27 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 14 ഇഞ്ചാണ്, 14 ഇഞ്ചാണ് ടോപ്പിൻ്റെ പോർഷനിൽ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കി
അപ്പോൾ 27 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 41 ഇഞ്ച് കിട്ടും. ഓക്കെ, ഇനി വിഡ്ത്തായിട്ട് താഴെ മുകളിൽ ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും മുകളിലായിട്ടും 20 ഇഞ്ച് തന്നെയാണ്, സെൻറ്ററിൽ നിന്ന് 20 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കറക്റ്റ് താഴ്ന്ന് മുകളിൽ വരെ ആ മാർക്കിങ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് വിടുന്നുള്ളൂ. പിന്നെ സൈഡിൽ നമ്മളൊരു 1 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പിനായിട്ട് വിടുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ താഴത്തോട്ടൊരു ലെങ്ത്തായിട്ടും 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു യു ഷേപ്പ് കഴുത്താട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. നെക്കൊരു യു ഷേപ്പ് ടൈപ്പാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ദേ താഴോട്ടും പിന്നെ സൈഡിലോട്ടും 4 ഇഞ്ച് വീതമാണ് തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്വയർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ കേവ് ഉണ്ടല്ലോ അവിടെ മാത്രം ഒന്നിങ്ങനെ യു ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 2 സൈഡിലോട്ടും വരച്ചു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഞാൻ ആലോചിച്ചത് കട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. എന്നാലും ഞാൻ ഫ്രണ്ട് പോർഷൻ പക്ഷേ കട്ട് ചെയ്യാണ്ടായിട്ടോ സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതേ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേസ്റ്റും പേപ്പറിൽ നെക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാട്ടോ കട്ട് ചെയ്ത് മാറ്റിയത്. എന്നിട്ട് ഇതേ നമ്മുടെ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്ന് പറയാനുണ്ടോ? കാരണം ഇത് എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ടാണ്, ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനത്. അപ്പോൾ ഇതേ നമ്മൾ ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡിൽ മൊത്തം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും അതേപോലെ ഈ ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. നെക്ക് കറക്റ്റായി സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള പോർഷൻ എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിൽ ചെയ്യുന്ന പോലെ ചെറിയ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ കണ്ടില്ലേ, ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്കൊന്ന് മറിച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം കേട്ടോ. ഇത് അയൺ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് നിന്നോളും. കാരണം നമ്മൾ ആദ്യം ഈ ഒരു നെക്ക് ലൈനിൽ കൂടെ മാത്രമേ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് തന്നെയാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴോട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് താഴോട്ട് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ് 5 ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ താഴോട്ട് നീട്ടി വരച്ചു കൊടുക്കുക. അതേപോലെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തതും നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സ്ക്വയർ കിട്ടും. പിന്നെ അതിൻ്റെ ആ ഒരു കോർണറിൻ്റെ അവിടെ ഒന്ന് കേവായിട്ട് വരച്ചിട്ട് ഒരു യൂനെക്കാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വക്രം വെച്ച് കൊടുക്കാം. വക്രം അറ്റാച്ച് ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മൾ അറ്റാച്ച് ചെയ്ത ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നെക്ക് ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിതേ നെക്കിൻ്റെ ആ ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ചെറിയ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ആ ക്ലോത്ത് ഇതേ മുകളിലോട്ടൊന്ന് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ള ആ പോർഷൻ്റെ ഏറ്റവും മുകളിലൊരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ത്രെഡ് മാത്രമായിട്ടൊന്ന് വലിച്ചിട്ട് നമുക്കൊന്ന് ഫ്രില്ല് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതേ ഫ്രില്ല് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടോപ്പ് ഇതേ നിവർത്തി വയ്ക്കുക, നല്ല വശം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ ഈ ക്ലോത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ചേർത്തിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
നമ്മളിത് ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നുണ്ട്, അത് കാണിക്കുന്നില്ല. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം മുതൽ താഴെ നമ്മൾ സ്ലിറ്റിന് മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് വശത്തും സ്ലീവിൻ്റെ എഡ്ജ് വശം മുതൽ സ്ലിറ്റിന് മാർക്ക് ചെയ്ത് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ട, സൈഡ് നമ്മൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലിറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എവിടെയാണോ സ്റ്റിച്ചിങ് അവസാനിച്ചത് കറക്റ്റ് ഇതേ അവിടെ വരെ ഇതേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക. രണ്ട് സൈഡിലും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു സൈഡ് പ്രസ് ചെയ്തിട്ട് താഴെ വരെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് എക്സ്ട്രാ വിട്ടുണ്ടായിരുന്ന സ്ലിറ്റിന് വേണ്ടിയിട്ട്. കറക്റ്റ് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരയിഞ്ച് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അരയിഞ്ച് വെച്ചിട്ട് ഇതേ ഒന്ന് ഫോൾഡ് ചെയ്തു, എഗെയിൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. അങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് അയൺ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ വെച്ചിരിക്കുന്ന ഫോൾഡ് അതേപോലെ തന്നെ നിൽക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്തിട്ട് പോവാം. എന്നിട്ട് എഗെയിൻ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് വശം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിത് ഈ ഫോൾഡിങ് അവസാനിക്കണം അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറം വരെ സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് വശം കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ എഡ്ജിലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, അപ്പുറം വരെ സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ ഇതേ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തു, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശം, ടോപ്പിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ബാക്കും ഫ്രണ്ടും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കുർത്തി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ കുർത്തിയുടെ കൂടെ പെയർ ചെയ്തിട്ട് പലാസോ പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ ഇടാം കേട്ടോ. പെട്ടെന്ന് ഇടാം. ഭയങ്കര ഈസിയായിട്ട് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.